ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ മല്ലൂസിൻ്റെ എല്ലാം മാത്രം സ്വന്തമായ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം ഫേവറേറ്റായ ഇലയട. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാവരുടെയും ഫേവറേറ്റായ ഒരു സ്നാക്സ് ആണ് ഇലയട, അല്ലെ വാഴയിലയട. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഇലയപ്പം എന്ന് പറയും. എനിക്ക് കേരള ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് ഈ വാഴയിലയട. എവിടെ പോയാലും ഞാൻ ഇലയട കണ്ടാൽ വാങ്ങിക്കഴിക്കും. അതിനി എയർപോർട്ടാണെങ്കിലും ഞാൻ വാങ്ങിക്കഴിക്കുന്ന ഒന്നാണ് ഇലയട. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ അപ്പം ഇടിയപ്പത്തിനൊക്കെ വാങ്ങുന്ന നമ്മൾ അരിപ്പൊടി, പാക്കറ്റ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരി ഒരു പച്ചരി, നമ്മളുടെ സാധാരണ പച്ചരി, ഇഡ്ഡലി അരി അല്ല, സാധാരണ പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഈ അരിപ്പൊടി എടുക്കാൻ കാര്യം, ഇതും കൊണ്ട് നമ്മൾ അടയുണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട്, അല്ലെ നമുക്ക് കട്ടി കുറച്ചുണ്ടാക്കാൻ പറ്റും നമ്മൾ പൊടിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ചൂടുവെള്ളത്തിലോട്ടിട്ട് ഇത് ഇളക്കണമെങ്കിൽ ഇളക്കാം. പക്ഷേ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യണമെന്നില്ല. ഞാനിവിടെ ഓൾറെഡി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചാലും മതി. നല്ല ചൂടുണ്ട്, അപ്പോൾ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളമാവരുത്. അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിക്ക് നമ്മൾ കുറച്ച് ഏറെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അത് ഒന്ന് അബ്സോർവ് ആവും പെട്ടെന്ന് കേട്ടോ വെള്ളം. അതേസമയം നമ്മൾ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വെള്ളം ആകരുത്. ഓക്കെ, ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അത്ര ടൈറ്റായിട്ട് അങ്ങ് കുഴയ്ക്കരുത്. കുറച്ച് അല്പം കൂടെ ഒന്ന് സോഫ്റ്റായിട്ടാണ് ഇരിക്കണം, ഒരിച്ചിരി ലൂസായിട്ട്. ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഒരുപാട് ടൈറ്റായിട്ടാണ് കുഴയ്ക്കുന്നത്. ഇതൊരു അല്പം കൂടെ ഒന്ന് ലൂസാക്കാം, ബസ് ഇത്രയും മതി. ഓക്കെ, ഒരുവിധം തണുക്കുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വേണം. നിങ്ങൾക്ക് തേങ്ങ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ചേറെ ഫില്ല് ചെയ്യാം. പക്ഷേ കട്ടി കുറഞ്ഞ നൈസ് അട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കരപ്പാനി. നമ്മൾ ശർക്കരപ്പാനി അല്പം ശർക്കരയിൽ നമ്മൾ ഒരു 1/2 കപ്പ് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി അരിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് നമ്മൾ ചൂടാക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഞാൻ മൊത്തം എടുത്തിട്ടില്ല, ഒരല്പം മാറ്റി വെച്ചു. കാരണം ഓവറായിട്ട് മധുരം എനിക്കിഷ്ടമല്ല ഒരടകളിലും, ഞാൻ കൊഴുക്കട്ടയാണേലും. നമുക്കൊന്ന് ഒരല്പം കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. കാരണം തേങ്ങ ഇട്ട് കഴിയുമ്പോൾ ഇതൊന്നും വെള്ളമായിട്ടിരിക്കരുത്. നിങ്ങൾക്ക് എത്രയും ആവശ്യമുണ്ടോ അതനുസരിച്ച് മധുരം ഇടുക. പക്ഷെ ഇലയടകളിൽ അല്ലെ കൊഴുക്കട്ടയിലൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ മധുരം കുറച്ച് വെക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ടേസ്റ്റുമായിരിക്കും. അത് നമുക്ക് ഏറെ കഴിക്കാനും പറ്റും. അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇത് ശർക്കര ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാവൂ കേട്ടോ. കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം, ഒരു 1-2 പിടി തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങ ഒരുപാട് നേരം ശർക്കരയിൽ ഇട്ടിട്ടങ്ങ് വഴറ്റിയെടുക്കരുത്. അപ്പോൾ ആ തേങ്ങയ്ക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, അത് പോയിട്ട് അങ്ങ് കുറച്ച് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് ആ ഒരു ടേസ്റ്റ് കിട്ടൂല, തേങ്ങയുടെ ആ ഒരു ടേസ്റ്റിൽ അത് കിട്ടൂല. അപ്പം ഇനി ഫ്ലെയിം ഒരല്പം മീഡിയം ആക്കിക്കോളൂ. കുറച്ച് ഏലക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വേണം ഏലക്ക. ഒന്ന് മിക്സ് ചെയ്യുക. ഞാനൊരല്പം പഞ്ചസാര ചേർത്ത് ഏലക്ക പൊടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. നമുക്ക് ഈ മധുരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നുള്ളുപ്പ് ഒന്ന് അതിലോട്ട് ഇട്ടേക്കുക. നിർബന്ധമില്ല, ജസ്റ്റ് ഒരു നുള്ളുപ്പ് മതി. ഒരു 2 to 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതൊന്ന് തണുക്കട്ടെ, നമുക്ക് എന്നിട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അട പരത്താൻ തുടങ്ങാം. വാഴയില എടുക്കുക. വാഴയില ഇതുപോലെ നമുക്കൊന്ന് കീറിയെടുക്കുക. എത്രയും വലിയ അട വേണോ അതനുസരിച്ച് ആ സൈസിൽ വാഴയില കീറിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടുകയാണെങ്കിൽ വാഴയില പൊട്ടിപ്പോകാതിരിക്കാൻ ഉപകരിക്കും. ഒരു കുഞ്ഞു പീസ് ഇങ്ങനെ ഇത്രയും മാവെടുക്കുക. ഒരു ബോളിലോട്ട് ഒരല്പം വെള്ളം എടുത്ത് വെക്കുക. നമ്മൾ മിക്സ് ചെയ്ത് നമ്മളുടെ തേങ്ങയുടെ മിക്സ്ചർ ഫില്ലിങ് അപ്പം കൈ ഒന്ന് വെള്ളത്തിലോട്ടൊന്ന് മുക്കിയിട്ട് വേണം ഇതൊന്ന് പരത്താൻ. അപ്പം നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും.
ആദ്യം ഇത് തന്നെ സെൻറ്ററിലോട്ടൊന്നിങ്ങനെ ഇത് കൊടുക്കുക. ഇത് എത്രയും കട്ടി കുറച്ച് പരത്തുന്നു അത്രയും നല്ലപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളം തൊട്ട് ഇതൊന്ന് പരത്തുക. ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചിരിക്കുന്നത് കൊണ്ട് ഈ പൊടി അല്ലെ അരിപ്പൊടി മാവ് നല്ലതുപോലെ വെന്തതായിരിക്കും ഒരുവിധം. അപ്പം അത് ഇലയിൽ നിന്ന് വിട്ടുപോരില്ല. അതേസമയം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാണങ്ങാണ് കുഴയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം ആ മാവ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലയിൽ നിന്ന് വിട്ടുപോരാൻ സാധ്യതയുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇത്രയൊന്ന് പരത്തിയിട്ട് നമ്മൾ കൈ വെള്ളത്തിലോട്ട് മുക്കിയിട്ട് ശരിക്കും ഈ ഇലയുടെ വരയില്ലേ, ആ ഇലയുടെ വര പോലെ ഇങ്ങനെ ഒന്ന് പതുക്കെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ ഒരേ ലെവലിൽ രണ്ട് സൈഡിൽ നമുക്ക് പരത്താൻ കഴിയും. കട്ടി കുറച്ച് പരത്താൻ കഴിയും. എത്രയും കട്ടി കുറച്ച് പരത്താമോ അത്രയും കട്ടി കുറച്ച് പരത്തിക്കോളൂ. അപ്പോൾ നമുക്ക് ഒരു ഈസി ആയിട്ട് പരത്താൻ പറ്റും. ഒരു ഇച്ചിരി വെള്ളം തൂത്താൽ, ഒരുപാട് വെള്ളം അങ്ങ് തൂക്കണ്ട കേട്ടോ. കയ്യിൽ ചെറുതായിട്ട് വെള്ളം തൂത്തിട്ട് അപ്പം എത്രയും വലിയ അട വേണോ അത്രയും വലിയ അട പരത്തുക. വിരൽ വെച്ചാക്കുന്നതായിരിക്കും കൂടുതലും ഇങ്ങനെ നല്ലത്. അപ്പം ഒരേ ലെവലിൽ നമുക്ക് ഷേപ്പ് കൊടുക്കാൻ പറ്റും. ഓക്കെ, നല്ല കട്ടി കുറച്ച് നമ്മളിത് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിക്സ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഞാൻ ഒരുപാട് അങ്ങ് ആഡ് ചെയ്യുന്നില്ല, ഇത് കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു 1 സ്പൂൺ അവൻ ധാരാളമാണ്. അപ്പം അത് ഒത്തിരി അങ്ങ് ആഡ് ചെയ്താൽ എന്താ പറഞ്ഞു നമുക്ക് അത് അതങ്ങ് ചിലപ്പം പൊട്ടിപ്പോകും. കട്ടി കുറഞ്ഞ അടയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം കട്ടി കുറഞ്ഞ അട ഉണ്ടാക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഫില്ല് ചെയ്യാതെ കട്ടി കുറച്ച് തന്നെ ഫില്ലിങ്ങും വെക്കുക. പകുതി ജസ്റ്റ് 1 സ്പൂൺ എടുത്താൽ നമുക്ക് അതിൻ്റെ പകുതി കംപ്ലീറ്റ് നിരത്തി കൊടുക്കാൻ പറ്റും. ഇനി ഇത് ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കുക. ആ അടയുടെ സൈസിൽ ആ ഇലയുടെ ഇത് വരേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ എല്ലാ അടയും തയ്യാറാക്കിയെടുക്കുക ആദ്യം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ വെള്ളം നമ്മളുടെ സ്റ്റീമറിൽ തിളച്ച് കിടക്കുകയാണ്. അപ്പം ഞാൻ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു. ഇനി നമുക്കിത് ഒരു അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം കയറ്റിയാൽ മതി. ഇതിൻ്റെ കാരണം നമുക്കിത് ഒരുപാട് സ്റ്റീം ചെയ്യണ്ട. ബിക്കോസ് ഇത് നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിലാണ് അരി കുഴച്ചിരിക്കുന്നത്. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാം. ഈവൻ മൈദ കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. പക്ഷേ മൈദ നമുക്കത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ഗോതമ്പ് കൊണ്ട് ഇതുപോലെ കട്ടി കുറച്ചുണ്ടാക്കാം. ഗോതമ്പ് കൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടയെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഡെലീഷ്യസ് അട, എലിയട റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് തണുത്തിട്ട് നമുക്ക് തുറക്കാം. അതിന് ഒരുപാട് ചൂടോടെ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പം ബ്രേക്ക് ആയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ അട റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സോഫ്റ്റാണ്. ഇത് ഭയങ്കര തിന്നാണ് കേട്ടോ. ഒരുപാട് സോഫ്റ്റാണ് ഈ അട. ഇതേ ഞാൻ കാണിക്കാം. ഇത് എടുത്തു ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനുള്ള ആ ഇലയുടെ അതേ ലൈനെല്ലാം അതുപോലെ വന്നിട്ടുണ്ട് അല്ലേ. അത് കട്ടി കുറച്ച് നമ്മൾ പരത്തുമ്പോൾ ആ ലൈൻ അതുപോലെ വരും. കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. നമ്മളുടെ അട ഇവിടെ ഭയങ്കര സോഫ്റ്റാണ്. ഒന്ന് എടുത്ത് കാണിക്കാം, ജസ്റ്റ് മുറിച്ച് കാണിക്കാം. കട്ട് ചെയ്യാൻ ഈസി ആയിട്ട്. ഇതേ വാവ്, പൊടിഞ്ഞു പോകുന്നു, അത്ര സോഫ്റ്റാണ് അട. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹേ ഫ്രണ്ട്സ്, ഹോപ്പ് എവരി വൺ ലൈക്സ് ടുഡേസ് വെരി ടേസ്റ്റി യെറ്റ് വെരി ഹെൽത്തി സ്റ്റീംഡ് റൈസ് അട ഇൻ കേരള സ്റ്റൈൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.